രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. കേരളത്തിന്റെ ഭാവി മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജനക്ഷേമവും ജനോപകാരപ്രദവുമായ പദ്ധതികൾ ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ മദ്യവില കൂട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ പോസിറ്റീവ് നിലപാടെടുക്കുമെന്നും ധനമന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നമ്മൾ മാനിഫെസ്റ്റോ നടത്തുന്ന സമയത്ത് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണത്തിനകത്ത് നിന്ന് 2.5 ലക്ഷം കോടി രൂപ വെട്ടിക്കുറച്ച് ഉള്ളത് വെച്ചിട്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമീപനമാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇനിയായാലും അത് തുടരും. ജനക്ഷേമകരമായ കാര്യങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് ഭാവി കേരളത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതവും നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മദ്യത്തിന് വില കൂടുമോ ഈ ബജറ്റിൽ? അല്ല, ഇപ്പം അങ്ങനെ കൂടാൻ സാധ്യതയില്ല. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ, നാളത്തെ ബജറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ധനമന്ത്രിയുടെ വാക്കുകളിലുള്ളത്? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റായതുകൊണ്ട് തന്നെ അതൊരു ജനക്ഷേമ ബജറ്റാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഓരോ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റുകളുടെ കാര്യമെടുത്താൽ ഒരു ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ജനോപകാരപ്രദമായ പദ്ധതികൾ പ്രഖ്യാപിക്കും. ജനങ്ങൾക്ക് അധിക ബാധ്യത അടിച്ചേൽപ്പിക്കാതെയുള്ള പദ്ധതികൾ കാര്യങ്ങൾ പ്രഖ്യാപിക്കും. വൻകിട പദ്ധതികൾ ഉണ്ടാകും. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ബജറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റ് ഉണ്ടാവുക. ഇന്നലെ ധനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും വ്യക്തമാക്കിയത് കേരളത്തിന്റെ ഭാവി വികസനത്തിന് വേണ്ടിയുള്ള എല്ലാം ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും. മറ്റു പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വൻകിട പദ്ധതികൾക്ക് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ തരത്തിലും സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോയത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്തിന് തനിയെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. നാളെ രാവിലെ 9 മണിയോടുകൂടിയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 2500 രൂപയാക്കാം എന്നുള്ളതായിരുന്നു ഇടതുമുന്നണിയുടെ വാഗ്ദാനം. അങ്ങനെ 2500 രൂപയാക്കുമോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചെങ്കിൽ ഒരു വിട്ടുപറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഒരുപക്ഷേ അത് 2500 എത്തിച്ചേരാം, അല്ലെങ്കിൽ നേരിയൊരു വർധനം അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. സാധാരണഗതിയിൽ ഓരോ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുകയും ആ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനവ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതങ്ങനെ പ്രഖ്യാപിക്കുന്നില്ല. ഒരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശമ്പള പരിഷ്കരണം ഉണ്ടാകും. DA കുടിശ്ശിക കിടക്കുന്നുണ്ട്. അത് കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. GST വന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് നികുതി കൂട്ടാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ വളരെ കുറവാണ്. പെട്രോളിയം, മദ്യം അടക്കമുള്ളവ മാത്രമാണുള്ളത്. ഇത് രണ്ടിനും നികുതി കൂട്ടാൻ വേണ്ടി ഇപ്പോൾ ആലോചിക്കുന്നില്ല. മദ്യത്തിന് വില കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് മറ്റും ഉപയോഗം വർദ്ധിക്കും. അതുകൊണ്ട് മദ്യത്തിൻ്റെ വില കൂട്ടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ വിഴിഞ്ഞം പദ്ധതി ഉണ്ട്. ഈ അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും. KSRTCക്ക് സഹായം ഉണ്ടാകും. സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് 1000 രൂപയാണ് ആക്കിയിരുന്നത്. 1000 രൂപയാണ് പ്രഖ്യാപിച്ചത്. അതിന് നേരിയ ഒരു വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. യുവാക്കൾക്ക് വേണ്ടിയുള്ള അവർക്കുള്ള 1000 രൂപ വെച്ച് യുവാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതിലും നേരിയൊരു വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങളെയും മധ്യവർഗത്തെയും ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നാളത്തെ 9 മണിക്ക് അവതരിപ്പിക്കുന്ന പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ 6ാമത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.